നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നിരവധി വാർത്തകളാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയാം, ഈ നികുതി പകരച്ചുങ്കം വർധനവുമായി ബന്ധപ്പെട്ട ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളും വാക്തർക്കങ്ങളും ഒക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ കൂടിയും ഇന്നിപ്പോൾ വ്യാപാര ചർച്ച തുടങ്ങുകയാണ്. ഇതിൽ ഇളവ് ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ച്. പക്ഷേ ഏറ്റവും പ്രധാനമായ കാര്യം, അമേരിക്ക അവരുടെ നിലപാടിൽ, അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ഇന്ത്യ എണ്ണ വാങ്ങും എന്ന തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ഈ ഒരു ചർച്ചകൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് വരും മണിക്കൂറുകളിൽ അറിയേണ്ടത്. മാത്രമല്ല, സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ നിയമസഭാ സമ്മേളനം ഇന്നലെ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ അത് അതിൻ്റെ ഒരു യഥാർത്ഥ മുഖത്തിലേക്കൊക്കെ എത്തുന്നത് ഒരുപക്ഷെ ഇന്നു മുതൽ തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ ഒരുപാട് ആയുധങ്ങളാണ് പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ അവനഴിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ തിരിച്ചടിക്ക് ചില മറുമരുന്നുകൾ ഭരണപക്ഷത്തിൻ്റെ പക്കലുമുണ്ട്. വരും ദിവസങ്ങളിൽ എങ്ങനെയാകും സഭയുടെ പോക്ക് എന്നതടക്കം ഇന്നു മുതൽ നമുക്ക് കാണാൻ സാധിക്കും. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് വരാം. ആദ്യം തലക്കെട്ടുകൾ. നികുതി വിവാദങ്ങൾക്കിടെ ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ച ഇന്നു മുതൽ. അമേരിക്കൻ സംഘം ഡൽഹിയിൽ. റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ നിലപാടിലുറച്ച ഇന്ത്യ. ദോഹയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ രൂക്ഷ വിമർശനം. ഉച്ചകോടിക്ക് ഇന്ന് സമാപനം. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ന് ഖത്തറിൽ. ഹമാസിനെതിരെ പോരാട്ടം തുടരുമെന്ന് ഇസ്രയേൽ. സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങൾ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം. ഒറ്റപ്പെട്ട സംഭവമെന്ന ഇടതുമുന്നണി യോഗത്തിലെ നിലപാട് മുഖ്യമന്ത്രി സഭയിൽ ആവർത്തിച്ചേക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്നും സഭയിലെത്തിയേക്കും. കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി B. അശോകിന് വീണ്ടും സ്ഥാനചലനം. മാറ്റം ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിലേക്ക്. നടപടിക്കെതിരെ ട്രൈബ്യൂണലിനെ സമീപിക്കുമെന്ന് B. അശോക്. ഇന്ത്യ പാക് മത്സരത്തിനിടെയുണ്ടായ ഹസ്തദാന വിവാദത്തിൽ പാകിസ്ഥാന് തിരിച്ചടി. മാച്ച് റഫറി ആൻഡി പൈക്രോഫ്റ്റിനെ മാറ്റണമെന്ന ആവശ്യം തള്ളി ICC. പാകിസ്ഥാന്റെ നാളത്തെ മത്സരത്തിലും പൈക്രോഫ്റ്റ് തന്നെ മാച്ച് റഫറി. ഏഷ്യ കപ്പ് ബഹിഷ്കരണ ഭീഷണിയുമായി പാകിസ്ഥാൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ച പുനരാരംഭിക്കാൻ ആലോചിച്ച ഇരു രാജ്യങ്ങളും അമേരിക്കയുടെ തെക്ക് മധ്യേഷ്യൻ പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ച്, വാണിജ്യ സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് അഗർവാളുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള 6ാം വട്ട വ്യാപാര ചർച്ചകൾ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടാണ് കൂടിക്കാഴ്ച. ഇന്നത്തെ ചർച്ചയിലൂടെ മികച്ച കരാറിലേക്ക് എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നതായി രാജേഷ് അഗർവാൾ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ ഒരു വിഷയത്തിൽ പകരച്ചുങ്കം അതിരട്ടിയാക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു അസ്വാരസ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും നിലവിലെ ഒരു കാലാവസ്ഥാ സാഹചര്യത്തിൽ അല്പം ശാന്തത ഉണ്ട് എന്ന് തന്നെയാണ് അമേരിക്കയും ഇന്ത്യയും അടക്കം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കാനിരിക്കുന്ന ചർച്ചയിൽ അവർക്ക് ഒരു ചെറിയ പ്രതീക്ഷയുമുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അമേരിക്ക റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന, ഇന്ത്യ എണ്ണ വാങ്ങരുത് എന്ന ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. തങ്ങൾ വാങ്ങുമെന്ന് ഇന്ത്യയും പറയുകയാണ്. ഇരു രാജ്യങ്ങളും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ ഇവിടെ കണക്കാക്കേണ്ടതുണ്ട്. ഈ ചർച്ചകളുടെ പോക്ക് എങ്ങനെയായിരിക്കും? സ്വപ്ന, ഇതൊരു മധ്യസ്ഥ ചർച്ച മാത്രമാണ്. 6ാം വട്ട ചർച്ചയ്ക്ക് മുന്നോടിയായി, അതായത് 6ാം വട്ട ചർച്ച ആഗസ്റ്റ് 25 മുതൽ 29 വരെയാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ച തീരുമാനിച്ചിരുന്നത്. അഞ്ചാമത്തെ വട്ട ചർച്ച ജൂലൈയിൽ കഴിഞ്ഞതാണ്. അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്താണ് ഇരട്ട നികുതി അടക്കമുള്ള പ്രശ്നങ്ങൾ ഉയരുന്നത്. അമേരിക്കയുമായി സാമ്പത്തിക വിഷയങ്ങളിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുകയും വലിയ തരത്തിലുള്ള പ്രതിരോധത്തിലേക്കും പ്രതിഷേധത്തിലേക്കും പോകുകയും ചെയ്തത്. അതിന്റെ അടുത്ത് തന്നെ 6ാമത്തെ വട്ട ചർച്ച അവസാനിക്കുന്ന, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു മധ്യസ്ഥ ചർച്ചയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെക്ക് മധ്യ ഏഷ്യൻ രാജ്യങ്ങളുടെ ചുമതലയുള്ള ആളാണ് ബ്രണ്ടൻ ലിഞ്ചാണ് സാധാരണഗതിയിൽ ഈ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട, അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥ വഹിക്കുന്നത്. അദ്ദേഹമാണ് നേരിട്ടെത്തി ഈ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നത്. ഈ ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വരുന്ന തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത വട്ട വ്യാപാര ചർച്ച. ഇതൊരു വ്യാപാര ചർച്ചയായി മാത്രം നമുക്കിതിനെ കാണാൻ കഴിയില്ല. ഇനി എങ്ങനെയായിരിക്കണം അടുത്ത ഘട്ടത്തിലേക്ക് ചർച്ച പോകുക എന്നുള്ളത് സംബന്ധിച്ചുള്ള ധാരണയിലേക്ക് എത്തുന്നതിനുള്ള ഒരു മധ്യസ്ഥ ശ്രമമായി തന്നെ ഇതിനെ വിലയിരുത്തേണ്ടി വരും. അതിനുശേഷമായിരിക്കും ഈ 6ാം വട്ട ചർച്ച ഏത് തരത്തിലായിരിക്കണമെന്ന കാര്യത്തിലൊരു
ധാരണയിലേക്ക് എത്തുക. അത് സംബന്ധിച്ച് അതായത് 6ാം വട്ട ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിക്കപ്പെടണം, ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളിലാണ് ധാരണ എത്തേണ്ടത്, ആ കാര്യങ്ങളിലാണ് ഇന്നൊരു ചർച്ച പ്രാഥമികമായി നടക്കുന്ന. ഒറ്റ ദിവസത്തെ സന്ദർശനമാണുള്ളത്. ധനകാര്യ വകുപ്പിന്റെ അതുപോലെ തന്നെ വാണിജ്യ വകുപ്പിന്റെ ഒക്കെ തന്നെ സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് അഗർവാളാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. മറ്റു ഉന്നത ഉദ്യോഗസ്ഥരുണ്ടാകും എന്ന് തന്നെയാണ് വ്യാപാര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഉണ്ടാകുമെന്ന് മന്ത്രാലയങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഈ 6ാം വട്ട ചർച്ചയിലേക്ക് പോകാൻ കഴിയുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു കരാർ ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ നിലപാട്. അതിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെ വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു തരത്തിലും ഇതിൽ മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല. രാജ്യത്തിന് തങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് എവിടെ നിന്നാണ് സാധനങ്ങൾ ലഭിക്കുന്നത്, ഒപ്പം തന്നെ അത് ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ കൊടുക്കാൻ കഴിയുന്നത്, അങ്ങനെ ലഭിക്കുന്ന എല്ലായിടത്തു നിന്നും അത് സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമാക്കിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് അത് മറ്റേതെങ്കിലും രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി നിൽക്കുക എന്നതിന് അർത്ഥമില്ല. മാത്രമല്ല ആ താല്പര്യങ്ങൾക്കനുസരിച്ച് രാജ്യത്തിന് മുന്നോട്ട് പോകാനും കഴിയില്ല എന്ന് തന്നെയാണ് ധനകാര്യമന്ത്രി തന്നെ വ്യക്തമാക്കിയത്. ആ ഒരു സാഹചര്യത്തിൽ ഇതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല. പക്ഷേ ഇനി ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ഇടപെടലുകൾ ഉണ്ടാകുന്നു, പ്രത്യേകിച്ച് പാലുൽപ്പന്നങ്ങളുമായി ഇറക്കുമതിയായി ബന്ധപ്പെട്ട ചില നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ. അക്കാര്യത്തിലടക്കമുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വപ്ന, തീർച്ചയായും വളരെ രസകരമാണ് ഇക്കാര്യത്തിൽ പ്രശാന്ത് ഈ പറഞ്ഞതുപോലെ അമേരിക്ക നൽകുന്നൊരു വിശദീകരണം. അതായത് ഇന്ത്യ എന്ത് സാധനങ്ങളാണോ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് അതിൽ നിന്ന് ലഭിക്കുന്ന പണം ഉപയോഗിച്ച് നമ്മൾ എണ്ണ വാങ്ങുമ്പോൾ റഷ്യയ്ക്ക് അത് കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നതിനുള്ള താങ്ങാകുന്നു. ആ തരത്തിലൊക്കെയാണ് അവർ ഇതിനെ ന്യായീകരിച്ച് വിശദീകരിച്ച് ഒരുപക്ഷേ ഈ ഒരു നീക്കത്തിനെതിരെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരെയുള്ള നിലപാടുമായി മുന്നോട്ട് പോകുന്നത്. പ്രശാന്ത്, ഇനി നമ്മൾ ദേശീയ തലത്തിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോർ യാത്രയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ RJD നേതാവ് തേജസ്വി യാദവ് ഇന്നു മുതൽ ബീഹാർ അധികാര യാത്രയുമായി രംഗത്തെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുകയുണ്ടായി 243 സീറ്റുകളിൽ തങ്ങൾ മത്സരിക്കുമെന്ന്. ഒരുപക്ഷേ ഒരു ഇന്ത്യ സഖ്യത്തിൽ ചെറിയൊരു അസ്വാരസ്യം RJDയും കോൺഗ്രസും തമ്മിലുണ്ടോ എന്ന തലത്തിലേക്കൊക്കെ നമുക്ക് സംശയം തോന്നിയതുമാണ്. പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കാനുള്ള ഒരു നീക്കം തേജസ്വി യാദവ് ഒരുപക്ഷേ അത് ശക്തമാക്കുകയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായ ആ ഒരു റിസൾട്ടിൻ്റെയൊക്കെ ആ ഒരു അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ. സ്വപ്ന, RJD ഇത്തരമൊരു നിലപാട് ബീഹാറിൽ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം 2020 ഉണ്ടായ മഹാഗഡ്ബന്ധനുമായി ബന്ധപ്പെട്ടുണ്ടായ ആ സീറ്റ് വിഭജനവും തന്നെയാണ്. പ്രധാനമായി 70 സീറ്റിലാണ് അന്ന് കോൺഗ്രസ് മത്സരിച്ച് 19 സീറ്റിലേക്ക് കോൺഗ്രസിന്റെ പ്രാതിനിധ്യം ഒതുങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 144 സീറ്റിൽ മത്സരിച്ച RJD ആകട്ടെ 75 സീറ്റ് നേടുന്ന കാര്യമുണ്ടാകുന്നു. അങ്ങനെ ആ സീറ്റിൽ കോൺഗ്രസിന് നൽകിയ സീറ്റിൽ കോൺഗ്രസ് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അധികാരത്തിലേക്ക് RJDക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് അടങ്ങുന്ന സഖ്യത്തിന് എത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഇത്തരത്തിലൊരു ചൂതാട്ടത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് RJDയിലെ പ്രാദേശിക നേതാക്കളുടെ നിലപാട്. അത് തേജസ്വിയും അംഗീകരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. മറ്റേതെങ്കിലും പേരുകൾ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിന് തടയിടുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തേജസ്വി യാദവിന്റെ പേര് ഉയർത്തിക്കൊണ്ട് സംസ്ഥാന വ്യാപകമായി തന്നെ പ്രചരണം നയിക്കാൻ ഇപ്പോൾ RJD തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ബീഹാർ അധികാര യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ജഹ്നാബാദിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. 20-ാം തീയതി വൈശാലിയിൽ ഈ യാത്ര അവസാനിക്കും. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ യാത്ര കടന്നു പോകുന്നത് 60ഓളം നിയമസഭാ മണ്ഡലങ്ങളിലാണ്. അതിലധികവും NDAക്ക് ആധിപത്യമുള്ളതാണ്. സ്വാഭാവികമായും RJD ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ആ മണ്ഡലങ്ങളിൽ കുറെ കൂടി ജനപിന്തുണ ഉറപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും മറ്റ് സ്ഥലങ്ങളിൽ കുറെ കൂടി വേഗത്തിൽ വിജയത്തിലേക്ക് എത്തുകയും ഒപ്പം തന്നെ ഇവിടെ പോരാട്ടം കാഴ്ചവെക്കുകയും ചെയ്യാം. മാത്രമല്ല ഈ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ NDA നേതാക്കൾക്ക് എത്തിക്കേണ്ടിയൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ വളരെ വേഗത്തിൽ വിജയത്തിലേക്ക് എത്താമെന്നൊരു പ്രതീക്ഷ RJDക്കുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ ഈ പറഞ്ഞതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കോൺഗ്രസുമായി തെറ്റി അല്ലെങ്കിൽ കോൺഗ്രസിനെ പിണക്കിക്കൊണ്ടൊരു നീക്കത്തിലേക്ക് RJD പോകാനുള്ള ഒരു സാധ്യതയില്ല. കാരണം വോട്ടറധികാര യാത്രയുമായുള്ള ആ സന്ദേശമൊക്കെ ആ യാത്രയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ രാഹുൽ ഗാന്ധിയും തേജസ്വിയും ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. പലപ്പോഴായി പല മേഖലകളിലും പല വേദികളിലും ഒക്കെ തന്നെ ഒന്നിച്ച് വേദികൾ പങ്കെടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. പ്രധാനമന്ത്രിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ ഒന്നിച്ച് നിലപാടെടുക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇതൊരു തർക്കത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മറ്റ് നീക്കങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഈ 70
എന്നുള്ളത് 2020 നൽകിയ 70 എന്നുള്ളത് കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ 65 സീറ്റാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അതിന് താഴേക്ക് ഒരു പക്ഷേ 50-നടുത്ത് സീറ്റുകൾ മാത്രം നൽകിക്കൊണ്ട് കൂടുതൽ സീറ്റുകൾ RJD കൈവശം വെക്കുന്ന തരത്തിലേക്ക് പോകും. കാരണം മറ്റ് പാർട്ടികളുണ്ട്, CPI ഉണ്ട്, CPM ഉണ്ട്. അങ്ങനെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ പാർട്ടികളൊക്കെ തന്നെ അടങ്ങുന്നതാണ് അവിടെ മഹാഗഡ്ബന്ധൻ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരം നീക്കങ്ങളായിരിക്കും പ്രധാനമായും ഉണ്ടാകുക. ഏതായാലും ഈ യാത്ര വലിയ രീതിയിൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് പിന്നാലെയുള്ളതാണ്. അതിന്റെ ഒരു തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് ബീഹാർ അധികാർ യാത്ര തേജസ്വി സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്വപ്ന, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളും സംവാക്യങ്ങളുമാണ് നടക്കുന്നത്. സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ സംസ്ഥാനത്ത് 2 പേരുടെ മരണം സംഭവിച്ചത്, അതായത് ഈ മാസം 11 നടന്ന 2 മരണങ്ങൾ, അത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നു. അങ്ങേറ്റം ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. തിരുവനന്തപുരം, കൊല്ലം സ്വദേശികളുടെ മരണത്തിലാണ് ഇപ്പോൾ ഈ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു കണക്കുകൾ കൂടി പുറത്തു വരുന്നതോടെ ആകെ ഈ വർഷം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 19 ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സംസ്ഥാന ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ ഈ കണക്കുകളിലെല്ലാം ഒരു വ്യക്തത കൂടി വരുത്തിയിരിക്കുകയാണ്. ഈ വർഷം ഇതുവരെ 66 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുവെന്നും 17 പേർ മരിച്ചുവെന്നുമായിരുന്നു ആരോഗ്യവകുപ്പ് മുൻപ് സ്ഥിരീകരിച്ചിരുന്നത്. കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകന് വീണ്ടും സ്ഥലം മാറ്റം. ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിലേക്കാണ് സ്ഥലമാറ്റം. KTDFC ചെയർമാനായി മാറ്റിയ ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തതിന് പിന്നാലെയാണ് സർക്കാരിൻ്റെ പുതിയ നീക്കം. അതേസമയം സ്ഥലമാറ്റത്തിനെതിരെ ട്രിബ്യൂണലിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ബി അശോക്. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, നമുക്കറിയാം, നമ്മൾ തന്നെയാണ് അത് ഡിസ്കസ് ചെയ്തത്. KTDFC ചെയർമാനായി മാറ്റിയ ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു. ആശ്വാസകരമായ വാർത്ത, അതാ തൊട്ടു പിന്നാലെ വീണ്ടും ബി അശോകിന് സ്ഥാനചലനം സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിലേക്കാണല്ലോ. എന്താണ് ഇനി അടുത്ത നടപടി ബി അശോക് സ്വീകരിക്കുന്നത്? ബി അശോക് തീർച്ചയായും ഇതിനെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കാൻ തന്നെയാണ് തയ്യാറെടുക്കുന്നത്. ഇന്ന് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പരാതി നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് നേരത്തെ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബി അശോകിനെ KTDFC ചെയർമാനായി മാറ്റിയിരുന്നു. ഇതിനെതിരെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി ആ ഉത്തരവിനെതിരെ സ്റ്റേ വാങ്ങുകയും ചെയ്തിരുന്നു. അതായത് ഓഗസ്റ്റ് 30-നായിരുന്നു ഈ KTDFC ചെയർമാനായി അദ്ദേഹത്തെ നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് സർക്കാർ. അതുപോലും അടിയന്തരമായി നീക്കിയൊരു ഉത്തരവായിരുന്നു. ആ ഉത്തരവിനെതിരെ അദ്ദേഹം പിന്നീട് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി സ്റ്റേ വാങ്ങി ഇന്ന് ആ ഹർജി വീണ്ടും പരിഗണിക്കാനായിരിക്കുകയായിരുന്നു. ഇന്ന് വീണ്ടും ആ ഹർജി പരിഗണിക്കാനിരിക്കവെയാണ് ഇന്നലെ അടിയന്തരമായി വീണ്ടും അദ്ദേഹത്തെ ഭരണപരിഷ്കാര വകുപ്പിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇങ്ങനെ മാറ്റുമ്പോൾ അദ്ദേഹത്തിന് മുൻകൂർ അനുവാദം വാങ്ങിയില്ല എന്നൊരു വാദം കൂടി ഇതിന്റെ പിന്നിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ അദ്ദേഹത്തിന്റെ ഹർജി പരിഗണിക്കാനിരിക്കുമ്പോൾ ഇന്ന് വീണ്ടും പുതിയ മാറ്റ ഉത്തരവിനെതിരെ വീണ്ടും ഹർജി നൽകാനാണ് ബി അശോകിന്റെ തീരുമാനം. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലമായി സർക്കാരും ബി അശോകും തമ്മിൽ അത്ര നല്ല സ്വരച്ചേർച്ചയിലല്ല. രണ്ടുപേരും തമ്മിൽ നിയമ പോരാട്ടം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വഴി നടക്കുകയാണ്. നേരത്തെ തദ്ദേശ വകുപ്പിന്റെയൊക്കെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയപ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയാണ് അദ്ദേഹം അനുകൂല വിധി സമ്പാദിച്ച് വീണ്ടും കൃഷി വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയിലേക്ക് വന്നത്. ഈ കേര പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം, ആ വിവാദത്തിന്റെയൊക്കെ പിന്നിലാണ് അദ്ദേഹം സർക്കാരിനെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടിലാക്കി കൃഷി വകുപ്പ് മന്ത്രിക്ക് അദ്ദേഹം റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്, ആ റിപ്പോർട്ടിലൊക്കെ തന്നെയും സർക്കാരിന് അതിനുള്ള ഒരു പകപോക്കലാണ് എന്ന രീതി IAS അസോസിയേഷന്റെ ഇടയിൽ തന്നെയും ആരോപണങ്ങൾ ഉയർന്നു. IAS അസോസിയേഷന്റെ പ്രസിഡന്റ് സ്ഥാനത്താണ് ഇപ്പോൾ ബി അശോക് നിൽക്കുന്നത്. മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അദ്ദേഹത്തിനെതിരെ ഈ രീതിയിൽ ഒരു പകപോക്കൽ നടപടി എടുക്കുന്നതിന് വ്യാപകമായി തന്നെ അസോസിയേഷനിടയിൽ IASകാർക്കിടയിലും തന്നെ വിമർശനമുണ്ട്, പരാതിയും തന്നെയുണ്ട്. എന്തായാലും കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി ഒരു നിയമ പോരാട്ടം നടത്തി ഈ വിധിക്കെതിരെ തനിക്ക് അനുകൂലമായ വിധി സമ്പാദിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ബി അശോക്. ഇന്ന് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അൺഫിലിറ്റ്, ഇന്ന് നമ്മൾ നിയമസഭയിൽ നിന്നും വലിയ വാർത്തകളും ഒക്കെ പ്രതീക്ഷിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ പോലീസ് അതിക്രമങ്ങൾ, പോലീസിൻ്റെ ജനകീയ മുഖം നഷ്ടപ്പെട്ടതടക്കം പ്രതിപക്ഷം സർക്കാരിനെതിരെ, ഭരണപക്ഷത്തിനെതിരെ ആയുധമാക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ദിവസം കൂടിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് സമ്മേളനം തുടങ്ങിയത്. എങ്കിൽ കൂടിയും ഇന്നു മുതലാണ് അതിൻ്റെ യഥാർത്ഥ തലത്തിലേക്കൊക്കെ സഭ എത്താൻ പോകുന്നത്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് മറുപടി നൽകും? പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞ് ലഘൂകരിച്ചതുപോലെ ഒറ്റപ്പെട്ട വിഷയം എന്ന തരത്തിലേക്ക്, ഒറ്റപ്പെട്ട ഉണ്ടാകുന്ന സംഭവങ്ങൾ എന്ന തലത്തിലേക്ക് അത് തന്നെയായിരിക്കും, ആ ഒരു നിലപാട് തന്നെയായിരിക്കുമല്ലോ സ്വാഭാവികമായും സഭയിലും സ്വീകരിക്കുക. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിലെത്തുമോ എന്നതും എവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്.
ഇന്നാണ് നിയമസഭയുടെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ ദിവസം ചരമോപചാരം പിരിഞ്ഞ് സഭ ആദ്യ ദിവസം പിരിയുകയായിരുന്നു. ഇന്ന് നടപടിക്രമങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇന്നു മുതൽ സഭാതലം പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വിവിധ വിഷയങ്ങളാണ് സർക്കാരിനെതിരെ പ്രതിപക്ഷം ആഞ്ഞടിക്കാനായി തയ്യാറെടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഏറ്റവും മുഖ്യ സ്ഥാനത്ത് നിൽക്കുന്നത് പോലീസ് അതിക്രമങ്ങളും വർദ്ധിച്ചു വരുന്ന കസ്റ്റഡി ലോക്കപ്പ് മർദ്ദനങ്ങളും തന്നെയാണ്. ഈ പോലീസ് അതിക്രമം തുടർക്കഥയാവുന്ന ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന മുഖ്യമന്ത്രി ഇതുവരെ ഈ അതിക്രമങ്ങൾ ഒരു അക്ഷരം പോലും പ്രതികരിച്ചിട്ടില്ല. ആകെ അദ്ദേഹം പ്രതികരണം നടത്തിയത് കഴിഞ്ഞ ദിവസം LDF യോഗത്തിൽ അദ്ദേഹം വിശദീകരണം നടത്തിയിരുന്നു. ആ വിശദീകരണം നൽകിയത് ലോക്കപ്പ് മർദ്ദനങ്ങൾ എന്ന് പറയുന്നതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, ഈ ചെറിയ സംഭവങ്ങളെ പർവ്വതീകരിച്ചു കാട്ടുകയാണ് എന്ന് ഏകദേശം 40 മിനിറ്റോളം അന്ന് ഇടതുമുന്നണി യോഗത്തിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം വിശദീകരണം നൽകിയിരുന്നു. ഈ വിഷയം തന്നെയാകും ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവരുമ്പോഴും മുഖ്യമന്ത്രി വിശദീകരണം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം ആദ്യ ദിനം നിയമസഭാ സമ്മേളനത്തിന്റെ നടപടിക്രമങ്ങളിലേക്ക് കിടക്കുന്ന ആദ്യ ദിവസം തന്നെ ഈ വിഷയം തന്നെ കൊണ്ടുവരാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ വിഷയം അടിയന്തര പ്രമേയമായാണ് പ്രതിപക്ഷം അവതരിപ്പിക്കുക. നമുക്കറിയാം, ശൂന്യവേളയിൽ അടിയന്തര പ്രമേയമാകുമ്പോൾ ആ ഒരു വർഷം 1 മണിക്കൂർ എന്ന് പറയുന്നത് ചൂടേറിയ ചർച്ചകൾക്കായിരിക്കും. പ്രത്യേകിച്ച് ഈ വിഷയം കൂടി ആയതുകൊണ്ട് മറുപടി പറയുന്നത് മുഖ്യമന്ത്രിയാണ്. കൃത്യമായൊരു വാദപ്രതിവാദം, ചൂടേറിയ രീതിയിലൊരു തർക്കം തന്നെ ഇന്ന് നിയമസഭാ തലത്തിൽ സാക്ഷ്യം വഹിക്കും. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസം ഇടതുമുന്നണി യോഗത്തിൽ എന്ത് വിശദീകരണമാണ് നൽകിയത്, അതേ വിശദീകരണം, അതേ സ്റ്റാൻഡ് തന്നെയാകും മുഖ്യമന്ത്രി സഭയിലും എടുക്കുക. അതായത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിക്കാനുള്ള ശ്രമമാണ്. ലോക്കപ്പ് മർദ്ദനങ്ങൾ വളരെ അപൂർവമായി മാത്രമാണ് ഉണ്ടാകുന്നത്. അതിനെ പർവ്വതീകരിക്കുന്ന സർക്കാരിനെതിരെ ഒരു ഗൂഢതന്ത്രം, ഒരു ആസൂത്രിത നീക്കം നടത്തുന്നു. ഈ രീതിയിലുള്ള വാദങ്ങളായിരിക്കും മുഖ്യമന്ത്രി നിയമസഭയിൽ നിരത്തുക. കഴിഞ്ഞ ദിവസം ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞപ്പോഴേ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള അമർഷവും പ്രതിഷേധവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ന് നിയമസഭയിൽ തുറന്ന വേദിയിൽ പ്രതിപക്ഷം ഈ വിഷയത്തിൽ ആഞ്ഞടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കടന്നുവരവ്, അത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുന്നു. അത് പ്രതിപക്ഷ നേതാവിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ വിലക്കൊക്കെ ലംഘിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത്. അതുകൊണ്ട് ഇന്നും രാഹുൽ എത്തുമോ എന്ന കാര്യത്തിൽ ഒരു ആകാംക്ഷ എപ്പോഴും നിലനിൽക്കുകയാണ്. എന്നാൽ രാഹുൽ ഇന്ന് വരാനുള്ള സാധ്യത ഇല്ല എന്ന് ചില സൂചനകളൊക്കെ രാഹുലുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ചില സൂചനകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അവസാന നിമിഷം ആ തീരുമാനത്തിൽ മാറ്റമുണ്ടാകുമോ, അപ്രതീക്ഷിതമായി രാഹുൽ സഭയിൽ കടന്നു വരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പ് നൽകാനായി സാധ്യമല്ല. രാഹുലുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമായൊരു സൂചന നൽകുന്നില്ലെങ്കിൽ പോലും രാഹുൽ ചിലപ്പോൾ സഭയിൽ വരില്ലായിരിക്കും. പക്ഷേ വന്നാലും ഇല്ലെങ്കിലും കഴിഞ്ഞ ദിവസം സഭയിൽ പാർട്ടിയുടെ വിലക്ക് ലംഘിച്ചെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉയർത്തി തന്നെയാകും പ്രതിപക്ഷത്തിന്റെ ഓരോ ആരോപണങ്ങളെയും സർക്കാർ നേരിടുക, ഭരണപക്ഷം നേരിടുക. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് നേരെ വരുന്ന എല്ലാ ആക്രമണങ്ങളെയും രാഹുൽ മാങ്കൂട്ടത്തിനെ ഉപയോഗിച്ച് പ്രതിരോധിക്കാനുള്ള നീക്കം ഇതിന്റെ ഭാഗമായി നടക്കും. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് ദുർബലമാകുന്ന വാദങ്ങളാകും ഉണ്ടാകുക എന്ന കാര്യത്തിലും സംശയമില്ല. കസ്റ്റഡി മർദ്ദനം ഉൾപ്പെടെ വർദ്ധിച്ചു വരുന്ന പോലീസ് അതിക്രമങ്ങളിൽ പ്രതിപക്ഷം സഭയിൽ ഇന്ന് ആയുധമാക്കും. കൃത്യമായ രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻനിർത്തി അതിനെ തിരിച്ചടിക്കാനുള്ള നടപടികളുമായി ഭരണപക്ഷവും രംഗത്തുണ്ടാകും. നിയമസഭ പ്രക്ഷുബ്ധമാകും എന്ന സൂചനകൾ തന്നെയാണ് അൺഫിലിറ്റ് ഡിസൂസ മുന്നോട്ട് വയ്ക്കുന്നത്. ദോഹ ആക്രമണത്തിൽ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഇസ്രയേലിന് രൂക്ഷ വിമർശനം. അറബ് മേഖല ഇസ്രയേലിന്റെ സ്വാധീനത്തിൽ വരില്ലെന്നും നെതന്യാഹുവിൻ്റേത് വ്യാമോഹമെന്നും ഖത്തർ അമീർ പറഞ്ഞു. ഉച്ചകോടിയിൽ പങ്കെടുത്ത വിവിധ രാജ്യങ്ങൾ ഇസ്രയേലിന്റെ നടപടിയെ രൂക്ഷമായി വിമർശിക്കുകയും ഖത്തറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രതിരോധ രംഗത്തുൾപ്പെടെ ഒന്നിച്ചു നിന്ന് ചെറുക്കാനും GCC കൂട്ടായ്മയിൽ തീരുമാനമായി. ദോഹയിലെ ഇസ്രയേൽ ആക്രമണത്തിനു പിന്നാലെ വിളിച്ചു ചേർത്ത അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഇസ്രയേലിന് അതിരൂക്ഷ വിമർശനം. ഇസ്രയേലിന്റെ നീക്കത്തെ സംബന്ധിച്ച് രൂക്ഷ വിമർശനമാണ് ഉച്ചകോടിയിൽ വിവിധ നേതാക്കൾ ഉന്നയിച്ചത്. ഹമാസ് നേതാക്കളെ വധിക്കാനായിരുന്നു ലക്ഷ്യമെങ്കിൽ മധ്യസ്ഥ ചർച്ച എന്തിന് എന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽത്താനി ഉച്ചകോടിയിൽ ചോദിച്ചു. അറബ് സമാധാന നീക്കങ്ങൾ ഇസ്രയേൽ അംഗീകരിച്ചിരുന്നുവെങ്കിൽ അത് മേഖലയെ നിരവധി ദുരന്തങ്ങളിൽ നിന്നും ഒഴിവാക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കുന്നതിനും ഇസ്രയേൽ ആക്രമണത്തെ നേരിടുന്നതിനും ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും ഖത്തർ അമീർ വ്യക്തമാക്കി. ഗാസയ്ക്കെതിരായ ഇസ്രയേൽ യുദ്ധം ഉന്മൂലനാശനത്തിനുള്ള യുദ്ധമായി മാറിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഉച്ചകോടിയിൽ സംസാരിച്ച വിവിധ നേതാക്കളും ഇസ്രയേലിന്റെ നടപടിയെ രൂക്ഷമായി വിമർശിക്കുകയും ഖത്തറിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. അറബ് ഇസ്ലാമിക് ഐക്യത്തിൽ ഇനി വലിയ മാറ്റങ്ങൾക്ക് കൂടി വഴിയൊരുക്കുന്നതായിരുന്നു ഉച്ചകോടി. പ്രധാന നേതാക്കളുടെ നേരിട്ടുള്ള പങ്കാളിത്തവും ചർച്ചയിൽ നേതാക്കൾ ഉയർത്തിയ നിർദ്ദേശങ്ങളുമെല്ലാം ഐക്യത്തിന്റെ ശക്തി പ്രകടനമായി.
അറബ് ഇസ്ലാമിക് ലോകത്തെ ഒരാളെ ആക്രമിച്ചാൽ അത് കൂട്ടായ്മയിലെ എല്ലാ രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കാൻ നിർദ്ദേശമുയർന്നു. പ്രതിരോധ രംഗത്തുൾപ്പെടെ ഒന്നിച്ചു നിന്ന് ചെറുക്കാനും GCC കൂട്ടായ്മ തീരുമാനിച്ചു. പ്രതിരോധ സഹകരണം വാഗ്ദാനം ചെയ്ത് തുർക്കിയും ഇസ്രയേലിനെ ഒന്നിച്ചു നേരിടാൻ ആഹ്വാനം ചെയ്ത് ഇറാനും ഉച്ചകോടിയിൽ നിലപാടെടുത്തു. ഇറാൻ പ്രസിഡന്റ് ഉച്ചകോടിക്കെത്തിയതും ശ്രദ്ധേയമായി. സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ഇറാൻ സിറിയ പ്രസിഡന്റുമാരെ പ്രത്യേകം കണ്ട് ചർച്ച നടത്തി. ഖത്തർ അമീറിന് പുറമെ UAE വൈസ് പ്രസിഡന്റ്, തുർക്കി, ഈജിപ്ത് പ്രസിഡന്റുമാർ, കുവൈറ്റ് കിരീടാവകാശി, ഒമാൻ ഉപപ്രധാനമന്ത്രി, സിറിയൻ ഇടക്കാല പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ നേതാക്കളും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ അറബ് ലീഗ് നേതാക്കളുമാണ് അടിയന്തര ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഖത്തറിനെ ഇനി ഇസ്രയേൽ ആക്രമിക്കില്ല എന്ന ഉറപ്പ് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് സംബന്ധിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഉറപ്പ് നൽകിയെന്നാണ് ട്രംപിന്റെ അവകാശവാദം. ദോഹയിലെ ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ വിളിച്ചു ചേർത്ത അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടിക്ക് പിന്നാലെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. ഉച്ചകോടിക്ക് പിന്നാലെ ഇന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഖത്തറിലെത്തും. ഇസ്രയേൽ സന്ദർശനത്തിന് ശേഷം ഖത്തറിലെത്തുന്ന മാർക്കോ റൂബിയോ ഖത്തറിന് പിന്തുണ അറിയിക്കും. അതേസമയം മുഴുവൻ ബന്ദികളെയും ഉടൻ മോചിപ്പിക്കണമെന്ന് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം തന്നെ നേരത്തെ അറിയിച്ചുവെന്ന റിപ്പോർട്ടും തള്ളിയിട്ടുണ്ട്. എന്നാൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇനിയും വിദേശത്ത് ആക്രമണം നടത്തുമെന്ന സൂചനയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നൽകുന്നത്. സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്നും അതിർത്തി കടന്നും അത്തരം പ്രതിരോധമുണ്ടാകുമെന്നുമാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ദേശീയപാത 6 വരിയാക്കുന്ന പ്രവൃത്തി 480 കിലോമീറ്റർ ഡിസംബറിൽ പൂർത്തിയാകും. അവശേഷിക്കുന്ന 80 കിലോമീറ്റർ ദൂരം മാർച്ചിൽ പൂർത്തിയാക്കും. വടക്കൻ ജില്ലകളിലാകും ആദ്യഘട്ടത്തിൽ 6 വരി പാത പൂർത്തിയാക്കുക. ദേശീയപാത 66-ൽ 6 വരിയാക്കുന്ന പ്രവൃത്തി അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു. 480 കിലോമീറ്റർ ദൂരം 4 മാസത്തിനകം പൂർത്തിയാക്കും. രണ്ടാം ഘട്ടമായി 80 കിലോമീറ്റർ മാത്രമാകും അവശേഷിക്കുക. ഈ ഭാഗം മാർച്ചിൽ പൂർണ്ണമാകും. വടകര, തുറവൂർ, തിരുവനന്തപുരം ഭാഗങ്ങളിൽ ചിലയിടങ്ങളിൽ പാത നവീകരണം മന്ദഗതിയിലാണെങ്കിലും യഥാസമയം പൂർത്തിയാക്കാനാവുമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്കുകൂട്ടൽ. കാസർഗോഡ് ജില്ലയിൽ 83 കിലോമീറ്ററിൽ 70 കിലോമീറ്റർ പൂർത്തിയായി. കണ്ണൂരിൽ 65 കിലോമീറ്ററിൽ 48-ഉം കോഴിക്കോട് 69 കിലോമീറ്ററിൽ 55-ഉം മലപ്പുറത്ത് 77 കിലോമീറ്ററിൽ 76-ഉം തൃശൂരിൽ 62 കിലോമീറ്ററിൽ 42-ഉം പൂർത്തിയായി കഴിഞ്ഞു. എറണാകുളത്ത് 26 കിലോമീറ്ററിൽ 9-ഉം ആലപ്പുഴയിൽ 95 കിലോമീറ്ററിൽ 34-ഉം കൊല്ലത്ത് 56 കിലോമീറ്ററിൽ 24-ഉം തിരുവനന്തപുരത്ത് 30 കിലോമീറ്ററിൽ 5 കിലോമീറ്ററും മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. ദേശീയപാതയുടെ നവീകരണം പൂർത്തിയാകുന്നതോടെ യാത്ര സുഗമമാവും. ഇരുചക്ര വാഹനങ്ങൾ, ഓട്ടോറിക്ഷകൾ എന്നിവയ്ക്ക് സർവീസ് റോഡിലൂടെ പോകാൻ മാത്രമേ അനുമതി ഉണ്ടാവുകയുള്ളൂ. കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി മുതൽ തിരുവനന്തപുരത്തെ കാരോട് വരെ 23 റീച്ചുകളിലായാണ് ദേശീയപാത നവീകരണം. അമൃത ന്യൂസ്, കോഴിക്കോട്. തേയിലത്തോട്ടമുടമകൾ വൈദ്യുതി പോസ്റ്റ് സ്ഥാപിക്കാൻ അനുമതി നിഷേധിച്ചതോടെ ഇരുട്ടിൽ കഴിയുകയാണ് ഇടുക്കി വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് മോഹനനും കുടുംബവും. വൈദ്യുതി ഇല്ലാതായതോടെ 2 മാസത്തിലധികമായി മെഴുകുതിരി വെളിച്ചത്തിൽ പഠനം നടത്തേണ്ട ദുരവസ്ഥയിലാണ് മോഹനന്റെ 2 മക്കൾ. കഴിഞ്ഞ 2.5 മാസമായി ഇരുട്ടിൽ കഴിയേണ്ട ദുരവസ്ഥയിലാണ് ഇടുക്കി വണ്ടിപ്പെരിയാർ ഇഞ്ചക്കാട് മോഹനനും കുടുംബവും. മോഹനന്റെ പിതാവ് കഴിഞ്ഞ 48 വർഷമായി ഇഞ്ചക്കാട് മാനേജേഴ്സ് ക്ലബിലെ ജോലിക്കാരനായിരുന്നു. 25 വർഷം മുമ്പ് ഇദ്ദേഹം RBT കമ്പനി ഉടമയിൽ നിന്നും 10 സെന്റ് സ്ഥലവും വീടും വാങ്ങി. ക്ലബിലേക്കുള്ള വൈദ്യുതി പോസ്റ്റിൽ നിന്നാണ് മോഹനും കുടുംബത്തിനും കഴിഞ്ഞ 2.5 മാസം മുമ്പ് വരെ വൈദ്യുതി ലഭിച്ചിരുന്നത്. എന്നാൽ തടികൊണ്ടുള്ള പോസ്റ്റ് കാലപ്പഴക്കത്താൽ ഒടിഞ്ഞുപോയി. ഇത് മാറ്റിയിട്ടതോടെ മോഹനന്റെ വീട്ടിലേക്കുള്ള വൈദ്യുതി നിലയ്ക്കുകയായിരുന്നു. ഈ സ്ഥലം അവരുടെ നമുക്ക് മനുഷ്യരമ്മ എഴുതി കൊടുത്ത പണ്ട് അച്ഛന് 2002 എപ്പോൾ എഴുതി കൊടുത്ത ഒരു പത്രം കയ്യിലുണ്ട്. ഞങ്ങൾ പഞ്ചായത്തിൽ പോയി കറവൊക്കെ അടച്ച് എല്ലാം ചെയ്ത് അവരുടെ സ്ഥലത്തിനകത്ത് പോസ്റ്റ് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവരിപ്പം നമ്മൾ പോസ്റ്റ് കറണ്ട് എടുക്കാനുള്ള തട ചെയ്തുകൊണ്ടിരിക്കുന്നു പോസ്റ്റുകാർ. മോഹന്റെ 5ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ പഠനം നടത്തുന്നത് മെഴുകുതിരി വെളിച്ചത്തിലാണ്. 5ാം ക്ലാസ് പഠിക്കുന്ന நாங்கள் ஸ்கூலுக்கு போயிட்டு சாயந்தரம் வரும்போது எங்கள் வீட்டில் கரண்ட் இல்லை, மெழுகுதிரி ஒத்து வச்சுட்டு தான் படிக்கிறோம். 2 മാസമായിട്ട് കറണ്ട് ഇല്ല. ഭക്ഷണം പാകം ചെയ്യാൻ വെള്ളമെടുക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് ഈ കുടുംബം. വൈദ്യുതി വകുപ്പ് ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും നൽകി. എന്നാൽ പോപ്സി എസ്റ്റേറ്റ് മാനേജ്മെന്റ് തേയിലത്തോട്ടത്തിലൂടെ വൈദ്യുതി ലൈൻ വലിക്കാൻ അനുമതി നിഷേധിച്ചു. ഇതോടെയാണ് 2.5 മാസമായി ഈ കുടുംബം ഇരുട്ടിലായത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണിവർ. അമൃത ന്യൂസ്, ഇടുക്കി.
വിവാദങ്ങൾക്കൊടുകിൽ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം തസ്തികയിൽ നിയമനം. ഈഴവ സമുദായാംഗമായ KS അനുരാഗാണ് ജോലിയിൽ പ്രവേശിച്ചത്. നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ജോലിയിൽ പ്രവേശിക്കാനായതെന്നും പിന്തുണ നൽകിയ എല്ലാവരോടും നന്ദിയുണ്ടെന്നും അനുരാഗ് പ്രതികരിച്ചു. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ ആദ്യമായി നിയമിതനായ തിരുവനന്തപുരം ആര്യനാട് സ്വദേശി ബാലുവിന്റെ പിന്മാറ്റത്തിന് ശേഷമാണ് ചേർത്തല സ്വദേശി KS അനുരാഗിന് നിയമനം ലഭിക്കുന്നത്. നടപടിക്രമങ്ങളും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും പൂർത്തിയാക്കി ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് അനുരാഗ് ജോലിയിൽ പ്രവേശിച്ചത്. അനുരാഗിന്റെ നിയമനത്തിലുള്ള തടസ്സം നീക്കി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിട്ടതിന് പിന്നാലെ നിയമന ഉത്തരവ് ഉടൻ നൽകാൻ ദേവസ്വം സ്റ്റാൻഡിംഗ് കൗൺസിൽ അഡ്വക്കേറ്റ് AN സുഗുണപാലൻ ദേവസ്വം ബോർഡിന് നിയമോപദേശം നൽകിയിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഇത്ര യോഗനാളുകൾ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ജോലി കയറാൻ പറ്റുമെന്ന് വിചാരിച്ചതാണ്. സന്തോഷമുണ്ട് ഒരുപാട്. നമുക്ക് വേണ്ടി ഹൈക്കോടതിയിൽ കേസ് അപ്പീൽ ചെയ്തത് രഞ്ജിത്തമ്മ വക്കീലാണ്. അദ്ദേഹത്തിനും കൂടാതെ അമൽ സാറ് ഒരുപാട് പേരുണ്ട് കൂടെ വന്നത്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിരവധി പ്രതിഷേധങ്ങൾക്കും ആരോപണങ്ങൾക്കും ശേഷമാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴക നിയമനം നടന്നത്. കോടതി വ്യവഹാരങ്ങൾക്കുണ്ടായ കാലതാമസമാണ് അനുരാഗിന്റെ നിയമനം നീളുന്നതിന് കാരണമായത്. അമൃത ന്യൂസ്, തൃശൂർ. നെല്ല് സംഭരണത്തിന് സപ്ലൈകോ നിശ്ചയിച്ചിട്ടുള്ള തുക അപര്യാപ്തമെന്ന ആരോപണം. നെൽകൃഷിയുടെ ചെലവിൽ വർഷാവർഷം ഉണ്ടാകുന്ന വർധനവ് മൂലം കർഷകർ നട്ടംതിരിയുമ്പോൾ സർക്കാരും സപ്ലൈകോയും പിന്തിരിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് പരാതി. മില്ലുകളെ മാത്രം സഹായിക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റെതെന്ന് കർഷക കോൺഗ്രസ് ആരോപിക്കുന്നു. കിലോയ്ക്ക് 28 രൂപ 32 പൈസയ്ക്കാണ് സപ്ലൈകോ നെല്ല് സംഭരിക്കുന്നത്. എന്നാൽ കൈകാര്യ ചെലവ് കുറച്ച് 28 രൂപ 20 പൈസ മാത്രമാണ് കർഷകർക്ക് ലഭിക്കുക. ഇതിൽ 23 രൂപ കേന്ദ്രവിഹിതവും 5.20 രൂപ സംസ്ഥാന സർക്കാർ വിഹിതവുമാണ്. കഴിഞ്ഞ മെയ്യിൽ കേന്ദ്ര സർക്കാർ താങ്ങുവില കിലോയ്ക്ക് 69 പൈസ വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ ഈ വർദ്ധിപ്പിച്ച തുക നിലവിലെ സംഭരണ തുകയിൽ പ്രതിഫലിച്ചിട്ടില്ലെന്നാണ് ആരോപണം. ഗുണനിലവാരം കുറഞ്ഞ നെല്ല് സംഭരിക്കാതിരിക്കാൻ സപ്ലൈകോയുടെ ഭാഗത്തു നിന്നും നീക്കം നടക്കുന്നതായും കർഷക കോൺഗ്രസ് ആരോപിച്ചു. നെൽകൃഷിയുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെ സിവിൽ സപ്ലൈസ് വകുപ്പ് നടപടി സ്വീകരിക്കുമ്പോഴും കർഷകരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന് ന്യായവില നൽകുന്നതിനുള്ള ഒരു നടപടിയും സിവിൽ സപ്ലൈസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. ഇന്ന് ഇവിടെ കർഷകർക്ക് 1 കിലോ നെല്ലിന് 28 രൂപ 20 പൈസയാണ് ലഭിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ 29 രൂപയ്ക്ക് മുകളിൽ ലഭിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. ഈ പ്രാവശ്യം അതിലും വലിയ ഒരു പ്രതിസന്ധി വന്നിരിക്കുന്നത് ഗുണനിലവാരമില്ലാത്ത നെല്ലുകൾ സംഭരിക്കുകയില്ല എന്നുള്ള ഒരു നീക്കമാണ് സിവിൽ സപ്ലൈസ് എടുത്തിരിക്കുന്നത്. ഇതിവിടുത്തെ കർഷകരോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ്. നെല്ലുൽപാദന ചെലവിൽ വലിയ വർധനവ് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു. വിത്ത്, വളം, തൊഴിലാളികളുടെ കൂലി അടക്കം എല്ലാത്തിലും വലിയ വർധനവുണ്ടായപ്പോഴും അതിന് അനുസൃതമായി നെല്ലുവിലയിൽ വർധനയുണ്ടായിട്ടില്ലെന്നാണ് കർഷകരും കർഷക സംഘടനകളും ചൂണ്ടിക്കാട്ടുന്നത്. കൃഷിനാശവും സംഭരിച്ച നെല്ലിൻ്റെ തുക ലഭിക്കാൻ വൈകുന്നതുമെല്ലാം കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. എന്നാൽ സർക്കാരിൻ്റെയും സപ്ലൈകോയുടെയും ഭാഗത്തു നിന്നും മില്ലുകളെ മാത്രം സഹായിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് ഉണ്ടാകുന്നതെന്നും കർഷക സംഘടനകൾ ആരോപിക്കുന്നു. കേന്ദ്ര സർക്കാർ കാലാകാലങ്ങളിൽ വില വർദ്ധിപ്പിക്കുന്നതിന് ആനുപാതികമായെങ്കിലും വില വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറാകണമെന്നാണ് കർഷക സംഘടനകളുടെ ആവശ്യം. അമൃത ന്യൂസ്, കോട്ടയം. ചങ്ങനാശ്ശേരി മാമൂട് പെട്രോൾ പമ്പിൽ ഗുണ്ട ആക്രമണം. പമ്പുടമയടക്കം 2 പേർക്ക് പരിക്കേറ്റു. അക്രമി സംഘത്തിലെ 3 പേരെ തൃക്കോടിത്താനം പോലീസ് പിടികൂടി. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ അമൃത വാർത്തകൾക്ക് ലഭിച്ചു. ഒക്ടോബർ 1 മുതൽ ജില്ലയിൽ രാത്രികാലങ്ങളിൽ പെട്രോൾ പമ്പുകൾ അടച്ചിടുമെന്ന് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാത്രി 9:45 സംഭവം. ചങ്ങനാശ്ശേരി മാമൂട് പ്രവർത്തിക്കുന്ന ഭാരത് പെട്രോളിയത്തിന്റെ പമ്പിലാണ് ആക്രമണമുണ്ടായത്. വാനിലെത്തിയ സംഘം പ്രകോപനം ഒന്നുമില്ലാതെ പമ്പിലെ ജീവനക്കാരൻ ഉദയഭാനുവിനെയും പമ്പുടമ ദിലീപിനെയും ആക്രമിക്കുകയായിരുന്നു എന്നാണ് പരാതി. പമ്പിലെ ഓഫീസ് മുറിയും അടിച്ചു തകർത്ത സംഘം സംഭവത്തിന് ശേഷം സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. പിന്നീട് മാമൂട് ജംഗ്ഷനിലെത്തി ഇവിടെയും സംഘർഷം സൃഷ്ടിക്കുന്നതിനിടെ തൃക്കൊടിത്താനം പോലീസ് എത്തി സംഘത്തിലുണ്ടായിരുന്ന 3 പേരെ പിടികൂടുകയായിരുന്നു. മാമൂട് തട്ടാരുപറമ്പിൽ വിജയ്, ശാന്തിപുരം കാലായിൽ വീട്ടിൽ അജിത് കുമാർ, മാമൂട് പുന്നമൂട്ടിൽ വീട്ടിൽ ബിബിൻ ജോസഫ് എന്നിവരാണ് പിടിയിലായത്. തൃക്കൊടിത്താനം SHO MJ അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ആക്രമണത്തിൽ പരിക്കേറ്റ പമ്പുടമയും ജീവനക്കാരനും ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ പ്രതിഷേധം രേഖപ്പെടുത്തി. രാത്രികാലങ്ങളിൽ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പെട്രോൾ പമ്പുകളിൽ ഉണ്ടാകുന്ന അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒക്ടോബർ 1 മുതൽ രാത്രികാലങ്ങളിൽ പെട്രോൾ പമ്പുകൾ അടച്ചിടുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. അമൃത ന്യൂസ്, കോട്ടയം.
നാളുകളായി കുടിവെള്ളമില്ലാതെ വലയുകയാണ് പത്തനംതിട്ട നാരങ്ങാനത്തുകാർ. ജൽജീവൻ മിഷനു വേണ്ടി പഴയ പൈപ്പുകൾ പൊളിച്ചതാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമാകാൻ കാരണം. ജൽജീവൻ മിഷൻ പദ്ധതിക്ക് ഇറക്കിയ പൈപ്പുകളാകട്ടെ കാട് മൂടി തുടങ്ങി. ഫണ്ട് ഇല്ലാത്തതാണ് നിർമ്മാണ പ്രവർത്തികൾ മുടങ്ങാൻ കാരണമെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. വിഷയത്തിൽ ഉടൻ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുന്നിൻ മുകളിലുള്ള വീട്ടിലേക്ക് വർഷങ്ങളായി വെള്ളം ചുമക്കുകയാണ് പത്തനംതിട്ട നാരങ്ങാനം നിരവത്ത് സ്വദേശിനി രമ. ശുദ്ധമായ വെള്ളം കിട്ടാനില്ല. പണം കൊടുത്തു വാങ്ങുന്ന വെള്ളം വീടിന് താഴെയുള്ള റോഡിലെത്തും. പ്രായം തളർത്തുന്ന അവശതയിലും ഇത് ചുവന്ന് മുകളിലെത്തിക്കണം. 80 അടി ദൂരം ഉയരം പ്രായാധിക്യം കൊണ്ട് എനിക്ക് കയറിപ്പോകാനുള്ള ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് കൊണ്ട് എനിക്ക് ഇനിയും താഴേന്ന് വെള്ളം ചുമ്മിക്കൊണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ ജീവിക്കുന്നത്. ഈ മാസം കണക്ഷൻ കിട്ടും, അടുത്ത മാസത്തിൽ കിട്ടും, എന്നിങ്ങനെ ഓരോ മാസവും പറഞ്ഞ് ഞങ്ങളെ ഒഴിവാക്കുന്നുണ്ട്. ജൽജീവൻ മിഷന് വേണ്ടി മുൻപുണ്ടായിരുന്ന പൈപ്പ് ലൈൻ പൊളിച്ചതോടെയാണ് നാരങ്ങാനം പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായത്. പദ്ധതിക്കായി കൊണ്ടുവന്ന പൈപ്പുകൾ വഴിയരികിൽ കാട് കയറാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. പൈപ്പ് റോഡ് മുഴുവൻ ഇട്ടിട്ട് പാമ്പും അത് തന്നെയല്ല, ഇവിടെയൊക്കെ റോഡ് പണിക്ക് വന്ന് ഈ സൈഡൊക്കെ എടുത്തപ്പം ഈ പൈപ്പ് എല്ലാം മണ്ണിനകത്തായി. പൈപ്പ് ഒരുപാട് മണ്ണിനകത്ത് കിടപ്പുണ്ട്. അതിനകത്ത് പെരുമ്പാമ്പും മുള്ളപ്പന്നിയും ഒക്കെ കിടക്കുന്ന പടന്ന് കിടക്കുന്ന ആ പൈപ്പുകൾ കണ്ടു. ആ പൈപ്പിൽ എന്തെല്ലാം ജീവി ഉണ്ടെന്ന് നമുക്ക് കാണത്തില്ല. അത് തന്നെയല്ല, ഇവിടെ തട്ടി 3-4 പേര് വീണു. പദ്ധതിയുടെ ഭാഗമായി വെള്ളം ലഭിക്കുന്നില്ലെങ്കിലും ബില്ല് വരാറുണ്ടെന്ന് ചിലർ പറയുന്നു. 1 വർഷമായിട്ട് ഇവിടെ വെള്ളം കിട്ടുന്നേ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ 1 മാസമേ ആയുള്ളൂ. നേരത്തെയുള്ള ബില്ലും എല്ലാം കൂടെ 3000 രൂപ ബില്ലാവുന്നുണ്ട്. കുടിവെള്ളക്ഷാമം ഇങ്ങനെ തുടരുകയാണെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും തീരുമാനം. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ഈ വിഷ്വലിലൊക്കെ കണ്ട പോലെ തന്നെ ഈ പൈപ്പ് ഇവിടെ കൊണ്ടിട്ടിട്ട് 2 വർഷമായി. അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ പൈപ്പുകൾ ഇവിടുന്ന് എടുത്തു മാറ്റി ഇതിന്റെ പണികൾ പൂർത്തീകരിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ ഈ രൂക്ഷമായ ഈ പ്രശ്നം അടിയന്തരമായിട്ട് ഏറ്റെടുക്കണം. ഇല്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി വലിയ സമരങ്ങളിലേക്ക് ഞങ്ങൾ കടക്കാനും തീരുമാനിച്ചിരിക്കുകയാണ്. ടെൻഡർ എടുക്കാൻ ആളില്ലാത്തതിനാലാണ് പണി മുടങ്ങിയത് എന്നാണ് ബന്ധപ്പെട്ടവരുടെ വിശദീകരണം. എന്നാൽ ഇതുവരെയുള്ള നിർമ്മാണ പ്രവൃത്തികളുടെ ടെൻഡർ എടുത്തവർക്ക് പോലും ഫണ്ട് പൂർണ്ണമായും ലഭിച്ചിട്ടില്ല. അമൃത ന്യൂസ്, പത്തനംതിട്ട. കോട്ടയം നഗരത്തിലെ പഴയ ബോട്ട് ജെട്ടി നവീകരിച്ച് നിർമ്മിച്ച വാട്ടർ ഹബ് പദ്ധതി അനാഥമായി കിടക്കാൻ തുടങ്ങിയിട്ട് 1 ദശാബ്ദം പിന്നിടുന്നു. 8 കോടി രൂപ മുടക്കി നിർമ്മിച്ച പദ്ധതിയാണ് ആർക്കും ഉപകരിക്കാതെ പോകുന്നത്. മാലിന്യങ്ങളും പുല്ലും പോളയും നിറഞ്ഞ സമീപത്തെ തോടും രോഗവ്യാപന ഭീതി ഉയർത്തുകയാണ്. മുൻമന്ത്രിയും കോട്ടയം MLA-യുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊണ്ടുവന്ന വാട്ടർ ഹബ് പദ്ധതിക്ക് പിന്നിൽ നടന്നത് വൻ അഴിമതിയായിരുന്നുവെന്നാണ് CPM ആരോപിക്കുന്നത്. ടൂറിസം മേഖലയിൽ കോട്ടയത്തിന്റെ മുഖമായി മാറുമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പദ്ധതിയായിരുന്നു കോട്ടയം കച്ചേരിക്കടവ് വാട്ടർ ഹബ്ബ്. 2015 ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് രാജഭരണകാലത്തെ പഴയ ബോട്ട് ജെട്ടി നവീകരിച്ച് വാട്ടർ ഹബ്ബ് നിർമ്മിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചത്. 8 കോടി രൂപയായിരുന്നു ചെലവ്. കോടിമതയിലെ പുതിയ ബോട്ട് ജെട്ടിയിൽ നിന്ന് കച്ചേരിക്കടവ് ബോട്ട് ജെട്ടി വരെ ആകർഷകമായ ലൈറ്റുകളിട്ടും തോടിന്റെ ഇരുവശവും ഭിത്തികൾ കെട്ടി ഉറപ്പിച്ച് മഴവിൽപ്പാലം പണിതും കച്ചേരിക്കടവ് സൗന്ദര്യവൽക്കരിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ കച്ചേരിക്കടവ് ബോട്ട് ജെട്ടിയുടെ ഇന്നത്തെ അവസ്ഥ ദയനീയമാണ്. കുട്ടികൾക്കായി ഒരുക്കിയ പാർക്കിലെ ഇരിപ്പിടങ്ങളടക്കം നശിച്ചു. തോട്ടിൽ പോളയും ചേമ്പും പുല്ലും നിറഞ്ഞതോടെ ജലഗതാഗതം പൂർണ്ണമായും നിലച്ചു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തിങ്ങി നിറഞ്ഞു കിടക്കുകയാണ്. ഇഴജന്തുക്കളുടെ ശല്യവുമുണ്ട്. അഴിമതി നടത്താൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന പദ്ധതിയാണിതെന്ന് CPM ആരോപിച്ചു. വാട്ടർ ഹബ് എന്ന പേരിൽ ഏതാണ്ട് 8.5 കോടി രൂപ മുടക്കി കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിവെച്ചത് ഇപ്പോൾ അവിടുത്തെ ആളുകളാകെ കടുത്ത ദുരിതം അനുഭവിക്കുകയാണ്. ഒന്നാമത് ഈ നിർമ്മാണം, അതിന് ഉപയോഗിക്കപ്പെട്ട പണം ദുരുപയോഗിക്കപ്പെടുകയാണ്, വേസ്റ്റായി എന്ന് മാത്രമല്ല, അവിടെ മാലിന്യങ്ങൾ ഒഴുകി വരുന്നൊരിടത്താണ് ഈ വാട്ടർ ഹബ് ഉണ്ടാക്കിയത്. MLA പറഞ്ഞത് അവിടെ സ്ഥലം ഏറ്റെടുത്ത് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കും, അത് പിന്നീട് ഉണ്ടാക്കും, തൽക്കാലം ഈ ബോട്ട് ജെട്ടി നവീകരണം നടക്കട്ടെ, അതാണ് വാട്ടർ ഹബ് പദ്ധതി. MLA ഉത്തരം പറയേണ്ടത്. യഥാർത്ഥത്തിൽ ഈ 8.5 കോടി രൂപ അഴിമതിക്കായി ദുരുപയോഗം ചെയ്യപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് പ്രദേശവാസികൾക്ക് പനി, ത്വക്കുരോഗം, എലിപ്പനി, ഡെങ്കിപ്പനി എന്നിവ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രദേശവാസികളുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ പദ്ധതിയുടെ കാരണഭൂതനായ സ്ഥലം MLA നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPM നേതൃത്വത്തിൽ തിങ്കളാഴ്ച കച്ചേരിക്കടവിൽ പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. അമൃത ന്യൂസ്, കോട്ടയം. സ്വാതന്ത്ര്യസമര പോരാട്ടത്തിന്റെ ചരിത്രം ഓർമ്മിപ്പിച്ച് ഗാന്ധി നാടകം വേദിയിലെത്തി. ഗാന്ധിഭവൻ കലാസാംസ്കാരിക വിഭാഗമായ തിയേറ്റർ ഇന്ത്യയാണ് നാടകം അവതരിപ്പിച്ചത്. ഗാന്ധിജിക്കൊപ്പം ചരിത്ര പുരുഷന്മാരും വേദിയിലെത്തിയപ്പോൾ കാണികൾക്ക് മറക്കാനാകാത്ത അനുഭവമായി.
ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ പരിണാമങ്ങളും വ്യക്തിപരവും രാഷ്ട്രീയവുമായ സംഘർഷങ്ങളും നിറഞ്ഞതായിരുന്നു ഗാന്ധി എന്ന നാടകം. ആ കുട്ടികളെ കൊലമരത്തിൽ നിന്ന് രക്ഷിക്കാൻ ഗാന്ധി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ നിർമ്മിത് പ്രഭുവിനെ കണ്ട് അപേക്ഷിച്ചിരുന്നു. എന്റെ നീതിബോധത്തിനും സത്യബോധത്തിനും യോജിക്കുന്നതായിരുന്നില്ല. എന്നിട്ടും ഞാൻ നിർമ്മിനെ കണ്ട് യാചിച്ചിരുന്നു. മഹാത്മാഗാന്ധിയും കസ്തൂർബ ഗാന്ധിയും BR അംബേദ്കറും ഭഗത് സിംഗും സർദാർ വല്ലഭായ് പട്ടേലും നെഹ്റുവുമെല്ലാം വേദിയിൽ തകർത്താടി. ഞങ്ങൾ മുസ്ലിങ്ങളുടെ അടിമത്തത്തെ പറ്റിയാണ്, ബ്രിട്ടീഷ് മേധാവിത്വത്തിൽ നിന്നും ഹിന്ദു മേധാവിത്വത്തിലേക്കുള്ള മാറ്റം, അത് ഞാൻ സമ്മതിക്കില്ല. ഹിന്ദുവും മുസ്ലിമും ഭാരതത്തിന്റെ ഇടത്തെ കണ്ണും വലത്തെ കണ്ണുമാണ്. ഇവിടെ മേധാവിത്വമില്ല, അടിമത്വവുമില്ല. മിസ്റ്റർ ഗാന്ധി, നിങ്ങളൊരു കണ്ണിങ് ഹിന്ദു റിവൈവലിസ്റ്റാണ്. സമര പോരാട്ടത്തിന്റെ വീര്യത്തിനൊപ്പം വൈകാരിക മുഹൂർത്തങ്ങൾ കൂടി കോർത്തിണക്കിക്കൊണ്ടായിരുന്നു നാടകം അരങ്ങിലെത്തിയത്. ഗാന്ധിജിയുടെ ആദർശങ്ങളെ ഇന്നത്തെ തലമുറയ്ക്ക് കൃത്യമായ രീതിയിൽ എത്തിക്കുക എന്നതാണ് നാടകം ലക്ഷ്യം വെക്കുന്നത് എന്ന് നാടകത്തിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞു. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി വന്ന് ഇന്ത്യയിൽ വന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നത് മുതൽ ഗാന്ധിജിയുടെ മരണം വരെയുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജിയുടെ ജീവിതവും ആവിഷ്കരിക്കുന്ന നാടകമാണ്. അത് 2 മണിക്കൂറിൽ ആവിഷ്കരിക്കുകയാണ്. അതിനകത്ത് ചില വഴിവിട്ട യാത്രകളും ഉണ്ടായിട്ടുണ്ട്. സോമസാറുമായിട്ട് സംസാരിച്ച് ഒറ്റ വാക്കിൽ തന്നെ സബ്ജക്റ്റ് ഇത് മതി, ഇക്കാലത്തിൽ ഇത് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളൊരു തോന്നലാണ്. അത്തരത്തിലൊരു സ്വീകരണമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഗാന്ധിയുടെ ആശയങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾക്കും എല്ലാം പ്രസക്തി വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അതുപോലെ കുട്ടികൾക്ക് അദ്ദേഹത്തിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനുള്ളൊരു അവസരമാണ് ഗാന്ധി ഭവൻ ഇതിനുവേണ്ടി വിനിയോഗിച്ചിരിക്കുന്നത്. ഗാന്ധി എന്ന നാടകം ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന അഭിപ്രായമാണ് കാണികൾ പങ്കുവച്ചത്. ഇന്നത്തെ കാലത്ത് ആളുകൾ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിന് രൂപം നൽകിയ ഗുരുനാഥനായിരുന്നു ഗാന്ധി. അത് ഭാവി തലമുറയെ പഠിപ്പിക്കാൻ പത്തനാപുരം ഗാന്ധി ഭവൻ അതിശക്തമായ ഒരു കാൽവയ്പാണ് നടത്തിയിരിക്കുന്നത്. ഇത് വളരെ നല്ല വിജയകരമായി ഇത് മുമ്പോട്ട് പോകും. ഫ്രാൻസിസ് ടി മാവേലിക്കരയാണ് നാടകകൃത്ത്. മീനമ്പലം സന്തോഷാണ് സംവിധായകൻ. നിർമ്മാണം പുനലൂർ ഡോക്ടർ സോമരാജനും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊല്ലം നഗരത്തിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നേയില്ല. ശുചിത്വ നഗരം, സമ്പൂർണ്ണ മാലിന്യമുക്ത കോർപ്പറേഷൻ, ഇങ്ങനെ ബഹുമതികൾ ഒരുപാട് സ്വന്തമാക്കുമ്പോഴും നഗരത്തിൽ പൊതു ഇടങ്ങളിലൊക്കെ മാലിന്യങ്ങൾ കുന്നുകൂടുകയാണ്. നടപടികൾ എടുക്കേണ്ടവരും മാതൃകയാകേണ്ടവരും ഇവിടെ മാലിന്യങ്ങൾ പൊതു ഇടങ്ങളിലേക്ക് വലിച്ചെറിയുന്നു. സമ്പൂർണ്ണ ശുചിത്വം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്ന കാഴ്ചയാണ് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും കാണാൻ കഴിയുന്നത്. മൂക്കുപൊത്താതെ നഗരത്തിൽ യാത്ര സാധ്യമല്ല. മാംസാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ പൊതുസ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയുന്നു. ചെറിയ രീതിയിലെങ്കിലും കാടുമൂടിയ സ്ഥലങ്ങളാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. നഗരത്തിലെ ഓടകളുടെയും അവസ്ഥ മറ്റൊന്നല്ല. ഒഴുക്ക് നിലച്ച് മാലിന്യങ്ങൾ കെട്ടിനിൽക്കുന്നതിനാൽ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു. മഞ്ഞപ്പിത്തത്തിൻ്റെയും ഡെങ്കിപ്പനിയുടെയും കണക്കുകളെടുത്താൽ നഗരത്തിൽ ഇവ കൂടി വരുന്നതായാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. എന്നാൽ ഇക്കാര്യങ്ങളിലൊക്കെ നടപടിയെടുക്കേണ്ടവർ മൂക്കിനൊപ്പം കണ്ണും അടച്ച അവസ്ഥയിലാണ്. നഗരത്തിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ഞങ്ങൾ ജില്ലാ ഭരണസിരാ കേന്ദ്രത്തിലെത്തി. പക്ഷേ അവിടുത്തെ കാഴ്ച ഇതാണ്. ഗാർഹിക മാലിന്യത്തിനു പുറമെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളും കുന്നുകൂടിയതോടെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ച മട്ടാണ്. മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നവർക്ക് പിഴ ഈടാക്കും എന്ന മുന്നറിയിപ്പുണ്ടെങ്കിലും അത് കൊല്ലം നഗരത്തിൽ നടപ്പിലാകുന്നില്ല. നഗരത്തിൽ പലയിടത്തും ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അവയും കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. പ്രവർത്തന സമയം രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ, ഉച്ചയ്ക്ക് 3 മണി മുതൽ 7 മണി വരെ. പക്ഷേ ഇത് പ്രവർത്തിച്ച സമയം നാട്ടുകാർക്കറിയില്ല. പ്രദീപ് വാളത്തുങ്ങലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.
കോഴിക്കോട് വിജിൽ നരഹത്യാ കേസിൽ രണ്ടാം പ്രതി രഞ്ജിത്തിനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. കൊയിലാണ്ടി കോടതിയിലാണ് അപേക്ഷ നൽകുക. കഴിഞ്ഞ ദിവസം തെലങ്കാനയിൽ വെച്ചാണ് പോലീസ് രഞ്ജിത്തിനെ പിടികൂടിയത്. കേസിലെ ഒന്നാം പ്രതി നിഖിലും മൂന്നാം പ്രതി ദീപേഷും നേരത്തെ പിടിയിലായിരുന്നു. വിവരങ്ങളുമായി രാകേഷ് ചേരുകയാണ്. രാകേഷ്, ഈ വിജിൽ കേസിൽ നേരത്തെ ഈ പ്രതികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എങ്കിൽ കൂടിയും നിർണായകമായ തെളിവുകളും മറ്റു കാര്യങ്ങളും ഒന്നും ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ രണ്ടാം പ്രതി രഞ്ജിത്ത് കൂടി ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ കേസിന് കൂടുതൽ തുമ്പുണ്ടാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാമോ? പോലീസ് ഇന്നിപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകുമോ? സ്വപ്ന, ഈ വിജിൽ കേസിൽ നിർണായകമായ ഒരു കാര്യം എന്ന് പറയുന്നത് വിജിലിൻ്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടുക എന്നുള്ളതായിരുന്നു. പോലീസ് ഇക്കാര്യത്തിൽ ഏറെക്കുറെ വിജയിച്ചു എന്ന് വേണം പറയാൻ. അതായത് വിജിലിൻ്റെ അസ്ഥികൾ ഏറെക്കുറെ പൂർണ്ണമായും തന്നെ പോലീസിന് കണ്ടെടുക്കാനായിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടെയാണ് തെലങ്കാനയിൽ വെച്ച് രഞ്ജിത്ത് പിടിയിലാകുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ദീപേഷിനെയും നിഖിലിനെയും വ്യത്യസ്ത തരത്തിൽ ചോദ്യം ചെയ്തതിലൂടെയാണ് ഇതൊരു സുഹൃത്തുക്കൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു മരണമായിരുന്നു. അതിനുശേഷമാണ് മൃതദേഹം കുഴിച്ചു മൂടിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് അതായത് വെറും അസ്ഥി കഷ്ണങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. മൃതദേഹത്തിൽ വലിയ തരത്തിലുള്ള എന്തെങ്കിലും മർദ്ദനം നടന്നോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഒന്നും തന്നെ വ്യക്തമായിട്ടില്ല. അതുകൊണ്ട് തന്നെ കണ്ണൂർ ലാബിലേക്കാണ് ഇപ്പോൾ ഈ അസ്ഥികൾ അയച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ DNA ടെസ്റ്റ് ഫലം ഉൾപ്പെടെ പുറത്തേക്ക് വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രഞ്ജിത്തിന് കസ്റ്റഡി അപേക്ഷ നൽകി കിട്ടുകയാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ രണ്ട് പ്രതികൾ പറഞ്ഞ മൊഴികളിൽ നിന്ന് എന്തെങ്കിലും വൈരുദ്ധ്യങ്ങളുണ്ടോ, അസ്വാഭാവികതയുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘത്തിന് തെളിവ് കിട്ടേണ്ടത്. ഒപ്പം തന്നെ ഈ രഞ്ജിത്തിനെ ഇത്തരം സ്ഥലങ്ങളിലെല്ലാം തന്നെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇതിനുശേഷം നേരത്തെ കസ്റ്റഡി അപേക്ഷയിൽ വാങ്ങിയ രണ്ട് പ്രതികൾക്ക് വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകേണ്ടതുണ്ടോ? അതായത് ഇപ്പോൾ നൽകിയിട്ടുള്ള രഞ്ജിത്തിനെ കസ്റ്റഡി അപേക്ഷ നൽകി കിട്ടുകയാണെങ്കിൽ അദ്ദേഹം നൽകുന്ന മൊഴികളിൽ നിന്ന് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് കൊയിലാണ്ടിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. അതിനുശേഷമായിരിക്കും ഇതിൽ എന്താണ് കോടതിയുടെ തീരുമാനമെന്നറിയുക. കോഴിക്കോട് വിജിൽ നരഹത്യാ കേസിൽ രണ്ടാം പ്രതി രഞ്ജിത്തിനായി ഇന്ന് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. കേസിലെ ഒന്നാം പ്രതി നിഖിലും മൂന്നാം പ്രതി ദീപേഷും നേരത്തെ തന്നെ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിലെ മുൻനിര കേക്ക് ആൻഡ് ബേക്കറി നിർമ്മാതാക്കളായ ബേക്ക് മിൽ 100 കോടിയുടെ വിപുലീകരണ പദ്ധതിയുമായി 11ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. കമ്പനിയുടെ പുതിയ ലോഗോയുടെ പ്രകാശനം കൊച്ചിയിൽ ചലച്ചിത്ര താരം മഡോണ സെബാസ്റ്റ്യൻ നിർവഹിച്ചു. ബേക്ക് മിൽ മാനേജിംഗ് പാർട്ണർമാരായ നൌഷാദ് ഇബ്രാഹിം, മനോജ് ജോസഫ്, മുഹമ്മദ് സഗീർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. വിപുലീകരണ പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 50 എക്സ്ക്ലൂസീവ് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുമെന്നും പ്രത്യേക ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് നേരിട്ടെത്തിക്കുമെന്നും ബേക്ക് മിൽ ഫുഡ് മാനേജിംഗ് പാർട്ണർ നൌഷാദ് ഇബ്രാഹിം അറിയിച്ചു. വിശ്വസ്തത അതാണ് മെയിൻലി നോക്കിയിട്ടുള്ളത്. നാട്ടുകാരുമാണ് എന്ന് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നവര് അറിയിച്ചിരുന്നു. വിപണി വിലയിരുത്തലാണ് ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നു. ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. എങ്ങനെയാകും ഇന്ന് വിപണിയിലെ നീക്കങ്ങൾ? ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിപണിയിലുണ്ടായിട്ടുള്ള തുടർച്ചയായ നിക്ഷേപ താൽപര്യത്തിന് ശേഷം ഇന്നലെ മുൻനിര ഓഹരി സൂചികളിൽ വിൽപ്പന പ്രകടമായിരുന്നു. എന്നാൽ രണ്ടാം നിര ചെറുകിട ഓഹരികളിൽ നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ആഗോള സാഹചര്യങ്ങൾ അത്ര തൃപ്തികരമായിരുന്നില്ല. പ്രധാനപ്പെട്ട കാരണം അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന US ഫെഡറൽ റിസർവിൻ്റെ യോഗവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു അനിശ്ചിതത്വം കണ്ടാണ് ആഗോള വിപണികളിൽ നേരെ വിൽപ്പന സമ്മർദ്ദത്തിലായത്. അതിൻ്റെ ഒരു തുടർച്ചയായിരുന്നു നമ്മുടെ വിപണിയിലും ഉണ്ടായിരുന്നത്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ നിക്ഷേപ താല്പര്യം തുടർന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി കരുതുന്നത് ആഭ്യന്തര ഘടകങ്ങൾ വിപണിക്ക് അനുകൂലമാണ് എന്നത് തന്നെയാണ്. 25,100 എന്നുള്ള നിലവാരം തന്നെയാണ് മുൻനിര ഓഹരി സൂചികയായ നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങും എന്നുള്ള ഒരു പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമുള്ളൂ. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും ഈ ഒരു അവസരത്തിൽ നിർണായകം തന്നെയായിരിക്കും. കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച നേരിയ തോതിൽ അവർ അറ്റ നിക്ഷേപത്തിലായിരുന്നെങ്കിൽ കൂടിയും ഇന്നലെയും വിപണിയിൽ അറ്റ വിൽപ്പനയിലായിരുന്നു. എന്നാൽ
കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ച സെബിയുടെ പുതിയ നിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ചും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് അനുകൂലമായി എടുത്ത ചില തീരുമാനങ്ങൾ, ഇന്ത്യ എന്നുള്ള ഒരു നിക്ഷേപ പ്രദേശം പ്രത്യേകിച്ചും മറ്റ് രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ദീർഘകാലത്തേക്ക് വളരെ മികച്ച രീതിയിൽ ഒരു നേട്ടം ഉണ്ടാക്കി തരാൻ കഴിഞ്ഞേക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ വിപണിയിലുണ്ട്. അത് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് അനുകൂലവുമാണ്. അതുകൊണ്ട് ഏതൊരു ഘട്ടത്തിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ നിക്ഷേപത്തിൽ നീങ്ങിയേക്കാമെന്ന പ്രതീക്ഷയാണ് വിപണിയിലുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചുകൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. ഇന്നെന്തായാലും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. നന്ദി ശ്രീധരി. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഘടകങ്ങൾ അനുകൂലമായി മാറുമെങ്കിലും ചിലപ്പോഴെങ്കിലും നമുക്ക് ആ ജീവിത വിജയം കണ്ടെത്താൻ കഴിയാതെ പോകുന്ന ചില സാഹചര്യങ്ങളുണ്ടാകും. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ നേടാം, എന്തൊക്കെ ഘടകങ്ങൾ കൂടുതൽ അനുകൂലമാക്കാം, ഇതിനു വേണ്ടിയിട്ടാണ് ഗുഡ് മോർണിംഗ് കേരളത്തിൽ അമൃത ന്യൂസ് ഒരുക്കുന്ന പുതിയ സെഗ്മെൻറ്റ് ദി ഗെയിം ചേഞ്ചർ. പ്രശസ്ത ക്രിക്കറ്റ് കമൻറ്റേറ്ററും സ്പോർട്സ് ബ്രോഡ്കാസ്റ്ററും കോളമിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറും മൃദംഗ വിദ്വാനുമായ ശ്രീദത്ത് എസ് പിള്ളയാണ് ഗെയിം ചേഞ്ചർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. നമുക്ക് എങ്ങനെ നല്ലൊരു ശ്രോതാവാകാം എന്ന് പറഞ്ഞു തരികയാണ് ഇന്ന് ഗെയിം ചേഞ്ചറിലൂടെ ശ്രീദത്ത് പിള്ള. എന്തുകൊണ്ടാണ് നമുക്ക് ഒരു വായും രണ്ട് കാതുകളും? വൈ ഡു ഹാവ് വൺ മൗത്ത് ആൻഡ് ടു ഇയേഴ്സ്? മേ ബി ബിക്കോസ് വി ആർ സപ്പോസ് ടു ലിസൺ ട്വൈസ് ആസ് മച്ച് ആസ് വി സ്പീക്ക്. നമ്മൾ സംസാരിക്കുന്ന ഇരട്ടി കേൾക്കാൻ വേണ്ടിയാണ്. നമ്മൾ എത്ര പേര് നല്ല ശ്രോതാക്കളാണ്, നല്ല ലിസണേഴ്സാണ്? സത്യം പറഞ്ഞാൽ അധികം പേരല്ല എന്നുള്ളതാണ്. റൈറ്റ്? വാട്ട് ഈസ് അവർ പ്രോബ്ലം? എന്തുകൊണ്ടാണ് നമുക്ക് ശരിക്കും ലിസണേഴ്സ് ആകാൻ, അല്ലെ നല്ല ലിസണേഴ്സ് ആകാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്താണ്? റീസൺസ് പലതുണ്ടാവാം. നമ്മളൊരു പക്ഷേ വി ആർ റാപ്ഡ് അപ്പ് ഇൻ അവർ ഓൺ തോട്ട്സ് ഓൾ ദ ടൈം. നമ്മൾ തന്നെ ചിന്തകളിൽ മുഴുകിയിരിക്കുന്നവരാവാം. അല്ലെങ്കിൽ വി ഈസിലി ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഒരു വലിയ ഡിസ്ട്രാക്ഷനാണ്. ആസ് എ പോളിസി ഐ ഡോണ്ട് ക്യാരി എ മൊബൈൽ ഫോൺ വെൻ സമൺ ഈസ് ടോക്കിംഗ് ടു മീ. ഐ ഡോണ്ട് കീപ്പ് ഇറ്റ്. അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളോട് ഞാൻ സംസാരിക്കുകയില്ല. അതെൻ്റെ ഒരു പോളിസിയാണ്. ആൻഡ് സംടൈംസ് വി ഹാവ് ഓൾറെഡി ഫോർമുലേറ്റഡ് ആൻ ഒപ്പീനിയൻ. നമുക്കൊരു ഒരു ഒപ്പീനിയൻ നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞ് ഇനി ആരെന്ത് പറഞ്ഞാലും അത് ഡസൻറ്റ് മാറ്റർ. പിന്നെ സംടൈംസ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിൽ ഒരു എതിരഭിപ്രായമാണ് മറ്റുള്ളവർ പറയുന്നതെങ്കിൽ നമുക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പലപ്പോഴും നമ്മൾ മിണ്ടാതിരിക്കും. വി ഹിയർ ബട്ട് വി ഡോണ്ട് ലിസൺ. ഇത് രണ്ടാണ്. ലിസണിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്വാളിറ്റേറ്റീവ്. നമ്മൾ പറഞ്ഞ കാര്യം അല്ല കേൾക്കുന്ന കാര്യം എങ്ങനെ ഡൈജസ്റ്റ് ചെയ്യുന്നു, എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ നമ്മൾ മിണ്ടായിരിക്കും, പക്ഷെ മിണ്ടായിരിക്കുമ്പോൾ നമ്മൾ കേൾക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ അടുത്തത് എന്ത് പറയണമെന്ന് ചിലപ്പോൾ ആലോചിക്കുകയായിരിക്കും. വി ആർ പ്രിപ്പയറിങ് അവർ റെസ്പോൺസ് ഈവൻ വിത്തൗട്ട് ലിസണിങ് പ്രോപ്പർലി. ശരിയല്ലേ? എന്തുകൊണ്ടാണ് ലിസണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? പ്രൊഫഷണലി ആൻഡ് പേഴ്സണലി. ഇപ്പോൾ സെയിൽസ്, ഒരുപാട് പേര് സെയിൽസ് ജോലി ചെയ്യുന്നവരാണ്. എന്താണ് ഒരു നല്ല സെയിൽസ് പ്രൊഫഷണലിന് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി? ആൾക്കാർ പലരും പറയും പ്രോഡക്റ്റ് നോളജ് വേണം, കസ്റ്റമറിനെ അറിയണം, അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ് വേണം. അല്ല, എനിക്ക് തോന്നുന്നത് a very good sales professional is somebody who actually asks a couple of pertinent questions and keeps quiet. അതായത് നമ്മളുടെ പ്രോസ്പെക്റ്റീവ് ബയറിൻ്റെ അടുത്ത് ഒരു 2 ചോദ്യങ്ങൾ ചോദിക്കുക, മിണ്ടാതിരിക്കുക. ആ കസ്റ്റമർ എത്ര കൂടുതൽ സംസാരിക്കുന്നു, ആ കോൾ അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് സെല്ല് ചെയ്യാൻ, അല്ലെങ്കിൽ സർവീസ് സെല്ല് ചെയ്യാനുള്ള നമ്മളുടെ ചാൻസസ് വളരെ കൂടുതലാണ്. പല സെയിൽസ് പ്രൊഫഷണൽസും ആവറേജ് ആകുന്ന കാര്യം ദേ ആർ ഇൻ എ ഹറി ടു സ്പീക്ക് അബൌട്ട് ദ പ്രോഡക്റ്റ്. അവർ സാർ ഈ ക്വാളിറ്റി ഉണ്ട്, ഇതിന് ഈ ഫീച്ചേഴ്സ് ഉണ്ട്, അതുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് വെദർ ദ കസ്റ്റമർ വാണ്ട്സ് ഇറ്റ് ഓർ നോട്ട്. നമ്മൾ കൂടുതൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ നീഡ്സിനെ പറ്റി നമുക്ക് കുറച്ചുകൂടെ ധാരണ വരും. സോ ദാറ്റ് യോർ സർവീസ് ഓർ യോർ ഓഫറിങ് ഓർ യോർ പ്രോഡക്റ്റ് ബിക്കംസ് എ സൊല്യൂഷൻ ടു ഹിസ് പ്രോബ്ലം. നമുക്കൊരു ക്വിക്ക് എക്സസൈസ് ചെയ്താലോ? ഞാൻ കുറച്ച് സെക്കൻഡ്സ് നിങ്ങൾക്ക് തരാം. ഈ സെക്കൻഡ്സിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ല 3 ലിസണേഴ്സ്, ടോപ്പ് ലിസണേഴ്സ് ആരൊക്കെയാണെന്ന് മനസ്സിലൊന്ന് വിചാരിക്കുക. അതാരും ആവാം. അച്ഛനാകാം, അമ്മയാകാം, ഭാര്യയാവാം, ഭർത്താവാകാം, ബ്രദറാവാം, സിസ്റ്ററാവാം, കസിനാവാം, ഫ്രണ്ടാവാം, നെയ്ബറാവാം, ആരും ആവാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ഒരു കാര്യം, ഈ 3 പേരും ഞാൻ പറയാൻ പോകുന്ന 3 കാറ്റഗറീസ് ഓഫ് പീപ്പിൾ പെടുന്ന ആൾക്കാരായിരിക്കും. ഒന്നുകിൽ ഇവർ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും, പീപ്പിൾ ഹും യു ലൈക്ക്. അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കും, പീപ്പിൾ ഹും യു ലവ്. ഓർ നിങ്ങൾ ബഹുമാനിക്കുന്ന ആൾക്കാരായിരിക്കും, പീപ്പിൾ ഹും യു റെസ്പെക്റ്റ്. ശരിയല്ലേ? ഇതിൽ നിന്ന് ഒരാളെ പോലും ഈ കാറ്റഗറി അല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല.
പക്ഷേ ആക്ച്വലി നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങളോട് ഞാൻ നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന അല്ല ബഹുമാനിക്കുന്ന ആൾക്കാരുടെ പേര് ഓർക്കാനല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് 3 ലിസണേഴ്സ് മാത്രമാണ്. ബട്ട് ഇൻസ്റ്റെഡ് നിങ്ങൾ ആലോചിച്ചത് നിങ്ങൾ ഇഷ്ടപ്പെടുകയോ സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുന്ന ആൾക്കാരെയാണ്. എന്തുകൊണ്ടാണത്? ദാറ്റ്സ് എ ലിങ്ക് ദാറ്റ് യു ഹാവ് ബിറ്റ്വീൻ ലിസണിങ് ആൻഡ് ബീങ് ലൈക്ഡ്, ലവ്ഡ് ഓർ റെസ്പെക്റ്റഡ്. നമ്മൾ ഒരാൾ പറയുമ്പം അത് ശ്രദ്ധിച്ചെങ്ങനെ കേൾക്കുന്നു എന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? വാട്ട് ദാറ്റ് പേഴ്സൺ മീൻസ് ടു അസ് എന്നുള്ളതാണ്. So I listen to you only if you are important. So by listening to you and I'm conveying that you are important to me, അതൊരു വലിയൊരു കാര്യമാണ്. പല ആൾക്കാർക്കും ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉണ്ട്. ചില ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല. ഒരുപക്ഷെ ഇതായിരിക്കും കാരണം. അവർ പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. സ്പീക്കിംഗ് എന്ന് പറയുന്നത് ബൈ ആൻഡ് ലാർജ് ഒരു സെൽഫിഷ് ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് ലിസണിങ് ഈസ് അൺസെൽഫിഷ്. അത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ഹൗ ഡു യു ലിസൺ? നോട്ട് ജസ്റ്റ് ത്രൂ യുവർ ഇയേഴ്സ്, യു ലിസൺ ത്രൂ യുവർ ഐസ് ഓൾസോ. നമ്മുടെ കണ്ണുകൾക്കൂടുകളാണ് നമ്മൾ കേൾക്കുന്നത്. ഐ കോൺടാക്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോട്ട്സ്, അതായത് വേർബൽ നോട്ട്സ് അല്ലേ, ആഹാ എന്നൊക്കെ പറയും നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ചോദ്യങ്ങൾ കറക്റ്റ് സമയത്ത് ചോദിക്കുക, ക്ലാരിഫിക്കേഷൻ ചോദിക്കുക. ഇങ്ങനെ നമ്മൾ ലിസൺ ചെയ്യുമ്പം നമ്മൾ കുറച്ചൊരു സാലിയൻ ഫീച്ചേഴ്സ് ഉണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതൊരു പ്രാക്ടീസിൽ കൂടെ വരുള്ളൂ. ആൻഡ് ഇഫ് യു ക്യാൻ ഡൂ ദാറ്റ്, യു ഗോൺ വിൻ ഹാർട്ട്സ്, യു ഗോൺ ബി ലൈക്ഡ്, യു ഗോൺ ബി ലവ്ഡ്, യു ഗോൺ ബി റെസ്പെക്റ്റഡ്. പേഴ്സണൽ സ്പേസിലായാലും ശരി, പ്രൊഫഷണൽ സ്പേസിലായാലും ശരി, we will be making some very, very good relationships. So, നമുക്ക് നല്ല അല്ലെങ്കിൽ ബെറ്റർ ലിസണേഴ്സ് ആവാൻ ശ്രമിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അടുത്ത ദിവസം കാണാം. താങ്ക് യു വെരി മച്ച്. കായിക വാർത്തകളിലേക്കാണ്. ഇന്ത്യ പാക് മത്സരത്തിനിടെയുണ്ടായ ഹസ്തദാന വിവാദത്തിൽ പാകിസ്ഥാന് തിരിച്ചടി. മാച്ച് റഫറി ആൻഡി പൈക്രോഫ്റ്റിനെ മാറ്റണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം ICC തള്ളി. പാകിസ്ഥാന്റെ നാളത്തെ മത്സരത്തിലും പൈക്രോഫ്റ്റ് തന്നെയാണ് മാച്ച് റഫറിയാകും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെ മത്സരത്തിനിടെ ഇന്ത്യൻ ടീമിൽ നിന്നും അവഗണന ഉണ്ടായെന്നും സംഭവത്തിൽ മാച്ച് റഫറി ഇടപെട്ടില്ലെന്നും ആരോപിച്ചാണ് പാകിസ്ഥാൻ പ്രതിഷേധം അറിയിച്ചത്. അതേസമയം മാച്ച് റഫറിയെ മാറ്റിയില്ലെങ്കിൽ പാക് ക്രിക്കറ്റ് ബോർഡ് ഏഷ്യ കപ്പ് ബഹിഷ്കരിക്കുമെന്ന ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. റിപ്പോർട്ടോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.